താഴേക്ക് വീഴുകയാണ്. താഴേക്ക് വീഴുമ്പോൾ അലി അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ നെഞ്ചത്ത് ഷമർ എന്ന് പറയുന്ന ദുഷ്ടനായൊരു മനുഷ്യൻ കയറിയിരുന്നു. മഹാനായ അലി അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ 2 കൈകളും കാലുകളും വെട്ടിക്കളഞ്ഞു. അയാൾ തൻ്റെ കയ്യിൽ സൂക്ഷിച്ച് വെച്ചൊരു ചവളം കൊണ്ട് അലി അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ തിരുനെഞ്ച് കുത്തിപ്പിളർന്നു. ആവൃത്തി കെട്ടവൻ അവസാനം തൻ്റെ കയ്യിലുള്ള ചവളം കൊണ്ട് മഹാനായ അലി അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണിലേക്ക് കുത്താൻ പോകുമ്പോൾ ശത്രുവിൻ്റെ പക്ഷത്ത് നിന്ന് എന്ന് പറഞ്ഞാൽ അവൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ വന്നിട്ട് അവൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, എന്നാണ് നീ എന്ത് വൃത്തികേടാ കാട്ടുന്നത്? ഇത് അല്ലാഹുവിൻ്റെ പ്രവാചകൻ്റെ കുടുംബത്തിൽപ്പെട്ട മോനാണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞവൻ്റെ നെഞ്ചിലേക്ക് ചവളം കുത്തിയിറക്കി അവനെ കൊന്നുകളഞ്ഞു ഷമർ. അത്ര ക്രൂരനാണ് അവൻ. എന്നിട്ട് വീണ്ടും അലി അക്ബറിനെ ക്രൂരമായി അവൻ പിച്ച് ചിന്തി. തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ രണപാടവം ഒന്നും കാണാൻ കഴിയാതെ ഉസൈർ റളിയല്ലാഹു അൻഹു യുദ്ധക്കളത്തിലേക്ക് വരുമ്പോൾ കാണുന്നൊരു കാഴ്ചയുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട പൊന്നമകൻ ഇസ്ലാമിക യുദ്ധക്കളങ്ങളിൽ ശുഹദാക്കന്മാരുടെ നേതാവ് എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഷഹീദിന് ശേഷം സമാനമായ അതുപോലെയുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് കർബല യുദ്ധഭൂമിയിൽ അലി അക്ബറിന്റെ ഷഹീദാണ് എന്ന് ചരിത്രം പറയുന്നു. അത്രമാത്രം ആ ശരീരം മ്ലേച്ഛമാക്കിയിട്ടുണ്ട് ഷമറും കൂട്ടരും. അവസാനം തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ പരിശുദ്ധമായ ശരീരത്തിൻ്റെ കഷ്ടങ്ങൾ പെറുക്കിയെടുത്തിട്ട് ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു കൂടാരത്തിലേക്ക് നടന്നു പോകുന്ന ഒരു ദാരുണമായ കാഴ്ച. കത്തുന്ന കർബല ഭൂമി കരഞ്ഞിടുന്നേ, കഥയതു കണ്ട് കാറ്റും കടൽ പോലും സ്തംഭിച്ചു നിന്നിടുന്നേ. ചിത്രമാലരാബി ഫാത്തിമ തന്റെ പൊന്നും ഹുസൈൻ അലിയോരെ എത്ര കോടും ക്രൂരും ചെയ്തു വന്ന് മുത്ത് റസൂലുള്ള മുത്തിമാണത്ത പൗത്രൻ സത്യപ്രകാശം മുറ്റിത്തൂളും വീടും അഹ്ലുബൈത്തിന്റെ ഗാത്രം ചിത്രത്താരുളോരം അലി അസ്ഗർ എന്ന പുത്രൻ കർബല മണ്ണിൽ എത്തിയ വീടേ തുടങ്ങുന്നു ചരിത്രം. പട്ടം ധരിക്കാൻ കുഫയിൽ വിളിച്ചിടുന്നു ഹുസൈൻ അലിയാരെ, ചുറ്റും സിയാദും പട്ടാളം വളഞ്ഞിടുന്നു. ഇറ്റുജലം ദാഹം തീർക്കാൻ കൊടുത്തില്ലെന്ന് തുണ്ടവരണ്ട് പൊട്ടുന്ന ദാഹത്താൽ പൂമോൻ കരഞ്ഞിടുന്നേ. കത്തുന്ന കർബല ഭൂമി കരഞ്ഞിടുന്നേ, കഥയതു കണ്ട് കാറ്റും കടൽ പോലും സ്തംഭിച്ചു നിന്നിടുന്നേ. ചിത്രമാലരാമ്പി ഫാത്തിമ തന്റെ പൊന്ന് ഹുസൈൻ അലിയാർ എത്ര കോടും ക്രൂരം ചെയ്തു ചെയ്യാറുമെന്ന്. ക്രൂരമായി കൊല്ലപ്പെട്ട മഹാനായ അലി അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരം പെറുക്കിയെടുത്തുകൊണ്ടാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂടാരത്തിലേക്ക് വരുന്നത്. കൂടാരത്തിലേക്ക് വരുമ്പോൾ 1.5 വയസ്സ് പ്രായമുള്ള അലി അസ്ഗർ എന്ന പൊന്നുമോൻ ഷഹർബാനുവിൻ്റെ മുലപ്പാല് പറ്റിയിരിക്കുന്നു, വെള്ളം കുടിക്കാത്തത് കൊണ്ട്. വെള്ളവും ഭക്ഷണവും കഴിക്കുമ്പോഴാണ് മാതാക്കൾക്ക് മുലപ്പാലുണ്ടാവുക. എല്ലാം പറ്റി വരണ്ടിരിക്കുന്നു. തൊണ്ട വരണ്ടിട്ട് ആ 1.5 വയസ്സ് പ്രായമുള്ള കുഞ്ഞ് കൈകാലിട്ടടിക്കുകയാണ്. ഇതാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു കാണുന്ന കാഴ്ച. മഹദി ഷഹർബാൻ എഴുന്നേറ്റിട്ട് ഈ കുഞ്ഞിനെ അങ്ങനെ തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഹുസൈനെ, നിങ്ങളിത് കൊണ്ടുപോകണം ഈ മോനെ. എന്നിട്ട് ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിന്റെയും അംർ ഫസാദിന്റെയും മുന്നിൽ കൊണ്ടുപോയി നിർത്തണം. അവർക്കും ഇതുപോലെ ചെറിയ മക്കളുണ്ട്. ആ മക്കളെ ഓർത്തെങ്കിലും ഈ കുഞ്ഞിന് ഒരിറ്റ് വെള്ളം കൊടുക്കാൻ അവരോട് പറയണം. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹർബാനുവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, പറ്റില്ല, എനിക്ക് അലി അക്ബറിനെ നീ കണ്ടില്ലേ, യുദ്ധക്കളത്തിൽ ഷഹീദായി കിടക്കുക. ഷഹർബാൻ പറഞ്ഞു, അലി അക്ബർ ഷഹീദായത് എനിക്ക് വേദനയില്ല, കാരണം അലി അക്ബർ യുദ്ധം ചെയ്തിട്ടാണ് ഷഹീദായത്. ഇത് അങ്ങനെയല്ല, ലോകം എന്തെന്നറിയാത്ത ചോര പൈതലാണ് ഇവൻ. അതുകൊണ്ട് ഇവൻ നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കണം. നിർബന്ധപൂർവ്വം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് ആ കുഞ്ഞിനെ ഏൽപ്പിച്ചു.
സൈറുദ്ദീല്ലാഹുനു ആ കുഞ്ഞിനെ എടുത്ത് യുദ്ധക്കളത്തിലേക്ക് പോവാണ്. എൻ്റെ കൂട്ടരെ, അലയടിച്ചു വരുന്ന ശത്രുക്കൾ ഒരു ഭാഗത്ത്, പടച്ചപ്പൻ ഭൂമിക്ക് അനുഗ്രഹമായി നൽകിയ കത്തിക്കാളുന്ന സൂര്യൻ മേൽഭാഗത്ത്, ചുട്ടുപൊള്ളുന്ന മണ്ണിൽ ഹതഭാഗ്യനായ ഒരു ഉപ്പയുണ്ട്. നെഞ്ചിൽ 1.5 വയസ്സ് പ്രായമുള്ള ലിയസ് കറന്ന പൊന്നുമോനുമുണ്ട്. വെയില് തട്ടാതിരിക്കാൻ തുണിയിൽ പൊതിഞ്ഞ് തൻ്റെ നിഴൽ അവന് കൊടുത്ത് ഉസൈറുദ്ദീല്ലാഹുനു മരുഭൂമിയിലേക്ക് വന്നു. ആ കുഞ്ഞിനെടുത്ത് വരുമ്പോൾ ശത്രുക്കൾ തുറച്ചു നോക്കുന്നുണ്ട്. അംർ ബസാദിനെയും ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിനെയും പിടിച്ചിട്ട് ഉസൈറുദ്ദീല്ലാഹുനു പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ക്ഷണിച്ചുകൊണ്ടാണ് ഞങ്ങളെ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നത്. ക്ഷണിച്ചു കൊണ്ടുവന്ന അതിഥികളോട് ആതിഥേയർ കാട്ടുന്ന മര്യാദ ഇതാണ്. നോക്കുക, എൻ്റെ പ്രിയപ്പെട്ട മോനാണിത്. എൻ്റെ കുടുംബത്തിൽ ഒന്നൊന്നായി നിങ്ങൾ കൊന്നു കഴിഞ്ഞു. പക്ഷെ അത് യുദ്ധം ചെയ്തിട്ടാണ്. നിങ്ങളോട് യുദ്ധം ചെയ്യാൻ പോയിട്ട് നിങ്ങൾ ആരെന്ന് പോലും അറിയാത്തൊരു ചോരപ്പൈതലാണ് എൻ്റെ നെഞ്ചത്ത്. അതുകൊണ്ട് ഇവന് കുറച്ച് പച്ചവെള്ളം നിങ്ങൾ കൊടുക്കും. ഒരു തുള്ളി വെള്ളം ഇവന്റെ നാക്കിലുറ്റിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സന്മനസ്സുണ്ടോ? ഉബൈദേ, അമ്രേ, നിങ്ങൾക്ക് മക്കളില്ലേ ഇതുപോലെ മക്കള്? അതുകൊണ്ട് ഒരിറ്റ് വെള്ളം കൊടുക്കോ? ഇത് പറഞ്ഞപ്പോ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ വെള്ളം കൊടുക്കുമ്പോ നീ അത് കുടിച്ചാലോ? ഉസൈറുദ്ദീല്ലാഹുവിന് പറഞ്ഞു, അല്ലാഹുവാണ് സത്യം, ഞാൻ ചതിക്കില്ല. ദാഹമേറെയുണ്ടെങ്കിലും ഒരിറ്റ് വെള്ളം ഞാൻ കുടിക്കില്ല. നിങ്ങൾക്ക് അങ്ങനെ സംശയമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മകനെ ഈ മണ്ണിൽ കിടത്താം. ഈ മണ്ണിൽ ചുട്ടുപൊള്ളുന്ന മണ്ണിൽ എൻ്റെ പൊന്നു മോനെ ഞാൻ മലർത്തി കിടത്താം. എന്നിട്ട് ഞാൻ മാറി നിൽക്കുക. നിങ്ങൾ ഒരു തുള്ളി വെള്ളം എൻ്റെ മകന്റെ ചുണ്ട തുറ്റിച്ചു കൊടുത്താൽ ഞാൻ അവിടെ വന്നിട്ട് എൻ്റെ മകനെ എടുത്തുകൊണ്ട് പോയി ജലം തരുമോ കുടിക്കാൻ? ആരോമ തന്റെ വരണ്ട തൊണ്ട ഒരിക്കലൊന്ന് നനയ്ക്കാരന്ന് പൊന്നും കുരുന്നീനൽപ്പം ജലം തരുമോ കുടിക്കാൻ? അരുമതന്റെ വരണ്ട തൊണ്ട ഒരിക്കലൊന്ന് നനയ്ക്കാൻ. ഉസൈറുദ്ദീല്ലാഹുവിന്റെ നെഞ്ചത്ത് ആ ചോര പൈതലാണ്. ആ പ്രിയപ്പെട്ട മകനെ നീട്ടി പിടിച്ചാണ് അവരോട് പറയണത്, ഒരിറ്റ് വെള്ളം കൊടുക്കുമെന്ന്. ചരിത്രത്തിൽ പറയുന്നു, ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിനും ഉമർ വസാദിനും അത് കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അവര് പരസ്പരം മുഖത്തേക്ക് മാറി മാറി നോക്കുമ്പോൾ ഈ കുഞ്ഞിനെ നെഞ്ചോടടക്കി പിടിച്ചിട്ടാണ് ഉസൈറുദ്ദീല്ലാഹു. ശിലകൾ പോലും അലിയും മട്ടിൽ വിലപിക്കുമ്പോൾ ഒരുത്തൻ, ശിലകൾ പോലും അലിയും മട്ടിൽ വിലപിക്കുമ്പോൾ ഒരുത്തൻ, അലിയ സഗറിൻ നെഞ്ചിലേക്കാ ശരം തൊടുത്ത പഹയൻ, ഈരന്ന പൊന്നും കുരുന്നീനൽപ്പം ജലം തരുമോ കുടിക്കാൻ? അരുമ തന്റെ വരണ്ട തൊണ്ട ഒരിക്കലൊന്ന് നനയ്ക്കാൻ. സ്വന്തം മകനെ നെഞ്ചോടടക്കി പിടിച്ച് ഉസൈറുദ്ദീല്ലാഹു അവരുടെ മുഖത്തേക്ക് മാറി മാറി നോക്കുമ്പോൾ ഒരിറ്റ് വെള്ളം തന്റെ മോന് കിട്ടും, അതാണ് അവരുടെ അഭിപ്രായം എന്ന് ചിന്തിച്ച് അംർ വസാദിന്റെയും ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിന്റെയും മുഖത്തേക്ക് ഉസൈറുദ്ദീല്ലാഹു മാറി മാറി നോക്കുകയാണ്. നെഞ്ചിൽ ഒരരുമ മോനാണ്. പക്ഷേ ദുഷ്ടനായ ശമർ മറ്റൊരു ഭാഗത്ത് നിന്ന് മാരകമായൊരു അമ്പ ഇത് വിടുന്നത് ഉസൈറുദ്ദീല്ലാഹുവിനെ കണ്ടില്ല. ആ ചോര പൈതൽ നെഞ്ചത്ത് കിടക്കുമ്പോൾ അംർ വസാദിന്റെയും ഉബൈദിന്റെയും മുഖത്തേക്ക് ഉസൈർ മാറി മാറി നോക്കുമ്പോൾ മറുഭാഗത്ത് അമ്പ് വന്നു. ആ അമ്പ് കയ്യിൽ ഇങ്ങനെ പിടിച്ച മകന്റെ തൊണ്ട തുളഞ്ഞങ്ങോട്ട് കയറി. തൊണ്ട തുളഞ്ഞ അമ്പ് കയറി. ആ അമ്പിന്റെ മുൻഭാഗം ഹുസൈന്റെ നെഞ്ചിൽ വന്ന് തറച്ചു നിന്നപ്പോഴാണ് തന്റെ മകൻ ഉസൈറുദ്ദീല്ലാഹുവിനെ നോക്കുന്നത്. ആ ചോര പൈതൽ അമ്പ് നിറച്ചപ്പോൾ ഒരു ഞരങ്ങലോടെ ഒന്ന് നീർന്ന്, എന്നിട്ട് 2 കാലും ചുരുട്ടി ഉപ്പയുടെ നെഞ്ചത്തേക്ക് ചുരണ്ട് കിടന്നപ്പോ ഒരിക്കലും വെള്ളമെനി വേണ്ടെന്നറിയുന്ന ഉസൈറുദ്ദീല്ലാഹു ആ അമ്പ് പറിച്ചെടുത്തു. മണ്ണിലേക്ക് കുത്തി ഇറക്കിയിട്ട്
ഒഴുകുന്ന ചോര ആ തുണിയിൽ അങ്ങോട്ട് പൊതിഞ്ഞു. എന്നിട്ട് തിരികെ നടന്നു കൂടാരത്തിലേക്ക്. തന്റെ മകന് വെള്ളം കെട്ടി കാണുമെന്ന ആഗ്രഹത്തോടു കൂടി വരുന്ന ഷഹർബാൻ കാണുന്നത് ചോരയിൽ കുളിച്ച തന്റെ മകനെ തിരിച്ചു കൊണ്ടുവരുന്നതാണ്. ഷഹർബാനുവിന്റെ കയ്യിലേക്ക് കുഞ്ഞിനെ നീട്ടിയിട്ട് സീറല്ലാഹുവിന് പറഞ്ഞു, നിന്റെ പത്തായത്തിൽ അവസാനത്തെ മാണിക്യമുത്തായി നീ പിടിക്കണം. ഷഹർബാൻ പറഞ്ഞു, എനിക്ക് വേണ്ട എന്റെ മോനെ, കൊല്ലാനല്ല ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്നത്. സീറല്ലാഹുവിന് പറഞ്ഞു, ഷഹർബാൻ, ഉമർ ബിൻ സഅദിന്റെയും ഉബൈദിന്റെയും മുഖത്തേക്ക് ഞാൻ നോക്കുമ്പോൾ അവൻ ഇപ്പോൾ നമ്പെയ്തതാണ്. ഞാനത് കണ്ടിരുന്നുവെങ്കിൽ എന്റെ മകനെ മാറ്റി നിർത്തിയിട്ട് അമ്പ എന്റെ നെഞ്ചത്തേക്ക് ഞാൻ സ്വീകരിക്കുമായിരുന്നു. പക്ഷെ അതെനിക്ക് പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കരയുമ്പോഴും ഷഹർബാൻ പറഞ്ഞു, എനിക്ക് എന്റെ മോനെ വേണ്ട, നിങ്ങൾ കൊണ്ടുപോയിട്ട് മണ്ണിലേക്ക് കുഴിച്ചിടോ. അവൻ ഭൂമി ലോകത്ത് നിൽക്കുന്നത് എനിക്ക് വേദനയുള്ള കാര്യമാണ്. വെള്ളം കൊണ്ടുപോയി ഭൂമിയിൽ ദുൽഫക്കറുന്ന വാടുകൊണ്ട് മണ്ണ് വെട്ടിമാറ്റി ഉസൈറുദ്ദീൻ. എന്നിട്ട് മണ്ണിലേക്ക് തന്റെ മകനെ കടത്തിയിട്ട് മണ്ണിട്ട് മൂടിയിട്ട് പറഞ്ഞു, മോനെ, ഇന്ന് രാത്രി ശത്രുക്കൾ അനുവദിക്കുന്നുവെങ്കിൽ ഞാൻ വരും നിന്റെ കബറിന്റെ മേലെ. കമഴ്ന്ന് കിടന്ന് കരഞ്ഞ് എന്റെ കണ്ണിന്റെ വെള്ളം കൊണ്ട് നിന്റെ ജാഹം ഞാൻ ക്ഷമിപ്പിക്കും. ഇല്ലെങ്കിൽ നീ സ്വർഗ്ഗലോകത്ത് ഫാത്തിമാബിയുടെ മടിത്തട്ടിരുന്ന് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞിട്ട് ഉസൈറുദ്ദീൻ തിരികെ തന്റെ കൂടാരത്തിലേക്ക് വന്നു. ആ കൂടാരത്തിൽ വരുമ്പോൾ സൂര്യൻ മെല്ലെ മെല്ലെ തെറ്റാൻ തുടങ്ങിയിരുന്നു. അതെ, അന്നത്തെ സൂര്യൻ അസ്തമിക്കാൻ പോകുമ്പോ ഉസൈറുദ്ദീൻ ആ കൂടാരത്തിനകത്ത് വെച്ച് മഗ്രിബ് നിസ്കരിച്ചു. എന്നിട്ട് ആ കൂടാരത്തിന് കുത്തി നിർത്തിയ ഒരു തൂണുണ്ട്. ആ തൂണില് ഉസൈറുദ്ദീൻ ചേർന്നിരുന്നു. ആ ഇരുത്തത്തിൽ ഹുസൈൻ ഉറങ്ങിപ്പോയി. ഉസൈറുദ്ദീൻ ഉറങ്ങുമ്പോൾ അന്ന് മുഹറം 9 വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാവാണ്. ആ തൂണിന് ഇങ്ങനെ ഇരുന്നിട്ട് ഉസൈറുദ്ദീൻ ഉറങ്ങുമ്പോൾ മനോഹരമായ ഒരു കിനാവ് കാണുകയാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു വരിക. ഉസൈറുദ്ദീന്റെ മുന്നിലേക്ക് വന്നിട്ട് ഉറങ്ങുന്ന ഹുസൈന്റെ താടി ഇങ്ങനെ പിടിച്ചു പൊക്കി. എന്നിട്ട് ചോദിച്ചു, മോനെ, എന്തേ താടിയിൽ ഒരു ചോരപ്പാട്? നിനക്ക് യുദ്ധം ജയിക്കണോ? കർബല യുദ്ധഭൂമിയിൽ നിനക്ക് ജയിക്കണോ? ഞാൻ എന്റെ നാഥനോട് നിനക്ക് വേണ്ടി ശുപാർശ ചെയ്യാം. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് സ്വർഗ്ഗലോകത്തിന്റെ കവാടം തുറന്ന് കടന്നു വരുന്ന നിന്നെയാണ്. ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും. സ്വർഗ്ഗലോകത്തിന്റെ കവാടം കാത്തു നിൽക്കയാണ് മോനെ നിൻ ഷഹീദ് സാരം. സ്നേഹവിതായി കിട്ടിയ മാണിക്യ ചേർത്തു കിട്ടാൻ കൂട്ടുകൂടാൻ ഞാൻ വീട് കാക്ക. ലോകമിൽ ചതിക്ക് തീരെ പഞ്ഞമില്ലായുണ്ട്. ലോകരിൽ കഴിഞ്ഞ കാലത്തൊക്കെയതുമുണ്ട്. ഈ കഴിഞ്ഞ കാലമിൽ നാം എത്രയതു കണ്ട്. ഇന്നു നീ സഹിച്ചിടേണേ സ്വർഗമോർത്ത് കൊണ്ട്. ഓർക്കുമോരെ നിന്നിലേക്ക് കൽപടുത്തു പാരം. ചാത്തു നിൽക്കയാണ് മോനെ നിൻ ഷഹീദ് സാരം. സ്നേഹവിത്തായി നീ എനിക്കായി കിട്ടിയ മാണിക്യം ചേർത്തു കിട്ടാൻ കൂട്ടുകൂടാൻ ഞാൻ വീട് കാക്കാം. നിന്റെ താടിയിൽ എന്താണ് ഒരു ചോരപ്പാട്? നിനക്ക് യുദ്ധം ജയിക്കണോ? ഞാൻ എന്റെ നാഥനോട് ശുപാർശ ചെയ്യാം. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് നീ എന്റെ കൂടെ ചേരുന്നതാണ്. നിനക്ക് വേണ്ടി സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്ന് ഞാൻ കാത്തിരിക്കും എന്ന് പറയുന്ന റസൂലുള്ളാഹിയാണ് ഉസൈർ റളിയല്ലാഹു കിനാവ് കാണുന്നത്. പെട്ടെന്ന് ഉറക്കം ഞെട്ടിപ്പോയി. ഉറക്കം ഞെട്ടുമ്പോൾ കാണുന്ന കാഴ്ച ചുറ്റും യുദ്ധഭൂമിയാണ്. മഹാനായ ഉസൈർ റളിയല്ലാഹുവിന് ഒരു കാര്യം മനസ്സിലായി, തിരിച്ചു പോകാൻ സമയമായി എന്ന്. കുടുംബത്തിലെ ഓരോ വ്യക്തികളും കഴുത്തറക്കപ്പെട്ട് ഷഹീദിന്റെ പരിശുദ്ധ സാക്ഷ്യത്വം വഹിച്ചപ്പോൾ ഉസൈർ റളിയല്ലാഹു പിറ്റേന്ന് മുഹറം 10 വെള്ളിയാഴ്ച ലോക ചരിത്രത്തിന് ഒരുപാട് അനവധി സംഭവങ്ങൾ നേടിക്കൊടുത്ത വിശുദ്ധമായൊരു ദിനമാണ് മുഹറം 10. വിശുദ്ധമായ വെള്ളിയാഴ്ചയാണ് അന്ന്. രാവിലെ തന്നെ ഉസൈർ റളിയല്ലാഹു അൻഹു ഒരു വല്ലാത്ത ആവേശത്തിലാണ്. കാരണം എൻ്റെ ഉപ്പാപ്പാനെ കണ്ടുമുട്ടാൻ എനിക്ക് സമയമായി എന്നൊരു ആവേശത്തിലാണ് ഉസൈർ റളിയല്ലാഹു അൻഹു ഉള്ളത്. ആ പ്രത്യേക ആവേശം കുടുംബം ശരിക്കും നോക്കുന്നുണ്ട്. ഉസൈർ റളിയല്ലാഹു അൻഹു പ്രഭാത നിസ്കാരത്തിന് ശേഷം ഒരു വല്ലാത്ത ഒരുക്കത്തിലാണ്. കുടുംബം ഉദിമതിയിൽ കൂറി വാർത്ത അവർ ഗീതമേ. കർബലായിൽ വന്നു ചേർന്ന ദിനമതുമേ. കരളക
കരളകം ഷഹീദിനായി ഒരുങ്ങിടുമേ ഉദിച്ചു കൽവിൽ പൊന്നുസൈനിൽ സുറൂരകമേ ഉദിമതിയിൽ കൂറി വാർത്ത അവർ ഹിതമേ കർബലായിൽ വന്നു ചേർന്ന ദിനമതുമേ കരളകം ഷഹീദിനായി ഒരുങ്ങിടുമേ കുടുംബത്തിൽ തിരിഞ്ഞുകൊണ്ടവരുര ചരിതം കൊടുത്തെത്തും മരണത്തെ ഇവിടമിൽ സ്വാഗതം കുടുംബത്തിൽ തിരിഞ്ഞുകൊണ്ടവരുര ചരിതം ഒതിച്ചെത്തും മരണത്തെ ഇവിടമിൽ സ്വാഗതം കുലമതിൽ വാള് ഗഹനമിനാള് ഇക്കാണും നമ്മളെ ഒന്നിച്ചെതിർക്കാം ഉദിച്ചു കൽവിൽ പൊന്നുസൈനിൻ സുറൂരകമേ ഉദിമതിയിൽ കൂറി വാർത്ത അവർ ഹിതമേ കർബലായിൽ വന്നു ചേർന്ന ദിനമതുമേ കരളകം ഷഹീദിനായി ഒരുങ്ങിടുമേ. അതെ, ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരുങ്ങാണ്. സഹോദരി സൈനബും ഷഹർബാനോടൊക്കെ ചോദിച്ചു, നിങ്ങൾ പോയ ഇനി ഞങ്ങൾക്ക് ആരാ ഉള്ളത്? നിങ്ങൾക്ക് അല്ലാഹു ഉണ്ട് എന്ന് പറഞ്ഞിട്ട് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. ഹുസൈൻ റളിയല്ലാഹു അൻഹു യുദ്ധക്കളത്തിലേക്ക് വരുമ്പോൾ ശത്രുക്കൾ സന്തോഷം കൊണ്ട് ചിരിക്കുകയാണ്. അവർക്ക് മുന്നിലേക്ക് വന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നോക്ക്, നിങ്ങൾ കൂഫക്കാർ ഞങ്ങളെ ക്ഷണിച്ചുകൊണ്ടാണ് ഇവിടേക്ക് ഞങ്ങൾ വരുത്തിയത്. എന്നിട്ട് നിങ്ങൾ അതിഥികളായി ഞങ്ങൾക്ക് നൽകിയ ആതിഥ്യ മര്യാദ വളരെ ഭയാനകരമാണ്. എന്റെ കുടുംബത്തിലെ ചോര മക്കളെ അടക്കം നിങ്ങൾ കഴുത്തെടുത്ത് കൊന്നുകളഞ്ഞു. ഇനി നിങ്ങൾക്ക് ആവശ്യം ഞാനാണെന്നും എനിക്കറിയാം. പക്ഷേ ഞാനാണെങ്കിൽ എന്റെ ഉപ്പാപ്പാനെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹത്തിലുമാണ്. അതുകൊണ്ട് നമുക്കൊരു കൂടിക്കാഴ്ചക്ക് സമയമായിരിക്കുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്ന മഹാമനുഷ്യൻ കർബലാ യുദ്ധഭൂമിയിലേക്ക് തന്റെ പ്രിയപ്പെട്ട കുതിരപ്പുറത്ത് വന്നിരിക്കുന്നു. ശത്രുക്കൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. അവർക്കിടയിൽ 54 വയസ്സാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് എന്ന് പറയുന്നത്. 54 വയസ്സ്, 5-4. ആ 54 വയസ്സ് പ്രായമുള്ള ഹുസൈൻ റളിയല്ലാഹു അൻഹു യുദ്ധക്കളത്തിൽ 28ന്റെ ചുറുചുറുക്കാണ് പോരാടാൻ തീരുമാനിച്ചത്. ആ പോരാട്ടം അനർഘമാണ്. നിരവധി ശത്രുക്കളുടെ കഴുത്തുകൾ കർബല യുദ്ധഭൂമിയിൽ വീണിരുണ്ട് പോയി. പാഞ്ഞെടുത്തു ധീരം ധീരം ആഞ്ഞടിച്ചു ശത്രുക്കൾ കൂടി പാറ്റ പെരുകുന്ന പോലെ സൈന്യവും പെരുകിയെ ഈറ്റപ്പുലി പോലെ ഹുസൈൻ അപ്പോഴും പൊരുതിയെ. പാഞ്ഞെടുത്തു ധീരം ധീരം ശൂരനടരാടിയെ ആഞ്ഞടിച്ചു ശത്രുതൻ ശിരസ് കൊന്നുകൂടിയെ പാറ്റ പെരുകുന്ന പോലെ സൈന്യവും പെരുകിയെ ഈറ്റപ്പുലി പോലെ ഹുസൈൻ അപ്പോഴും പൊരുതിയെ. വറ്റിവരണ്ട തൊണ്ടയുമായി ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു ആയിരക്കണക്കിന് ശത്രുക്കളോട് പടപൊരുതി. എന്നിട്ട് ഒരു തീരുമാനമെടുത്തു, യൂഫ്രട്ടീസ് നദിയിൽ ഇറങ്ങിയിട്ട് കുറച്ച് പച്ചവെള്ളം കുടിക്കാം, എന്നിട്ട് മതി ബാക്കി കാര്യം. യൂഫ്രട്ടീസ് നദിയിലേക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹു പോകുമ്പോൾ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് വിളിച്ചു പറഞ്ഞു, പച്ചവെള്ളം കുടിക്കാത്ത ഹുസൈനെ നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞു. ഇനി വെള്ളം കുടിച്ചിട്ട് ഹുസൈൻ കയറി വന്നാൽ യുദ്ധഭൂമിയുടെ മേലെ ശത്രുവിന് തലയുണ്ടാവില്ല. അതുകൊണ്ട് ഹുസൈൻ വെള്ളം കുടിക്കരുത്. അത് കേൾക്കേണ്ട താമസം ഉമർ വസാദിന്റെ നേതൃത്വത്തിൽ അമ്പ് ചെയ്യാൻ തുടങ്ങിയ 200 അമ്പുകൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു ശരീരത്തിൽ പതിച്ചു. 200 എണ്ണം പതിച്ച ഹുസൈൻ റളിയല്ലാഹു അൻഹു അതൊന്നും കാര്യമാക്കിയില്ല, വെള്ളത്തിലേക്ക് പോകന്നെ. പക്ഷെ നേരിട്ടൊരു അമ്പ് വന്നിട്ട് നെറ്റിയിലൂടെ തുളച്ചങ്ങോട്ട് കയറി കളഞ്ഞു. നെറ്റിയിലൂടെ 201ാമത്തെ അമ്പങ്ങ് തറച്ചിട്ട് അമ്പിന്റെ മുൻഭാഗം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് പിന്നിലും അമ്പിന്റെ പിൻഭാഗം മുന്നിൽ ഇങ്ങനെ നിന്നപ്പോ ചോരങ്ങട്ട് ഒഴുകി താടിയിലൂടെ. അപ്പോഴാണ് ഇന്നലെ റസൂലുള്ള പറഞ്ഞ വാക്കോർത്തത്. പാപ്പ പറഞ്ഞൊരു വാക്ക്, എന്തേ മോനെ ഹുസൈൻ, താടിയിലൊരു ചോരപ്പാട്. ആ വാക്കോർത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹു തീരുമാനിച്ചില്ല, ഇനി യൂഫ്രട്ടീസിന്റെ വെള്ളം എനിക്ക് വേണ്ട. ഈ ചോരപ്പാടോടെ ഇന്നലെ എന്നോട് വാക്ക് പറഞ്ഞു പാപ്പാന്റെ മുന്നിൽ എനിക്ക് പോകേണ്ടതുണ്ട്. തിരിച്ചു വന്നു. നിങ്ങൾ ചിന്തിക്ക്, 10 ദിവസം വെള്ളം കുടിക്കാത്ത ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഓരോ തുള്ളി ചോരയും പുറത്തേക്ക് പോയാൽ ആ മനുഷ്യന്റെ കഥ എന്താണ്? ഒരു ആക്സിഡന്റ് കേസിൽ ഒരു മനുഷ്യൻ പെട്ടെന്ന് മരിച്ചു പോകുന്നത് അയാളുടെ ആക്സിഡന്റ് സമയത്ത് ഒഴുകുന്ന രക്തം കൊണ്ടാണ്. രക്തം
വാർന്നൊഴുകുമ്പോഴാണ് ഒരു മനുഷ്യൻ പെട്ടെന്ന് മരിക്കണത്. അപ്പൊ ശരീരത്തിലെ സകല രക്തവും 201 അമ്പുകളിലൂടെ പുറത്തേക്ക് പോകുമ്പോൾ 10 ദിവസം പച്ചവെള്ളം പോലും കുടിക്കാത്ത ഒരു മനുഷ്യന്റെ കഥനകഥ ഒന്ന് നമ്മൾ കണ്ടുപഠിക്കുക. അവസാനം ദുൽദുൽ കുതിരപ്പുറത്തുനിന്ന് കണ്ണ് മഞ്ഞളിച്ച് താഴേക്ക് വീഴാണ്. 200-ൽ പരം താഴേക്ക് വീഴുമ്പോ ആ ഭൂമിയിൽ തറച്ച് തിരുനെറ്റിയിൽ തറച്ചോരമ്പാൽ നീലം പതിച്ച് 200-ൽ പരം ശരങ്ങൾ ആ ഭൂമിയിൽ തറച്ച് തിരുനെറ്റിയിൽ തറച്ചോരമ്പാൽ നീലം പതിച്ച്. യുദ്ധഭൂമിയിലേക്ക് ഉസൈർ റളിയല്ലാഹു അൻഹു താഴേക്ക് വീഴുമ്പോൾ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ ദുൽദുൽ ഇതിന് കുറച്ച് പൊളിയും കൂട്ടട്ടെ, കുറച്ച് താഴേക്ക് വീഴുമ്പോൾ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉസൈർ റളിയല്ലാഹു അൻഹു ഇരുന്ന കുതിര പല പണി നോക്കിയതാണ്. പല പണിയും ആ കുതിര നോക്കി. പക്ഷേ ആ കുതിരക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കുതിരയുടെ വലത്തെ കാല് വെട്ടിക്കളഞ്ഞു ഒരുത്തൻ. ഒടിഞ്ഞു തൂങ്ങിയ ഒരു കാലുമായി ദുൽദുൽ തിരിച്ചുപോയി ടെന്റിന്റെ മുന്നിലേക്ക് വരുമ്പോ കുതിര തിരിച്ചു വരുന്ന കാണുന്നുണ്ട് ഷഹർബാൻ. ഓടി അങ്ങോട്ട് മുന്നിലിറങ്ങി. എന്നിട്ട് കുതിരയുടെ 2 ചെവിയാണ്ട് പിടിച്ചിട്ട് മുഖത്തോട് മുഖം ഇങ്ങനെ നിർത്തിയിട്ട് കുതിരയോട് ചോദിച്ചു, ഒരുപാട് യുദ്ധങ്ങളിൽ നിന്റെ മുതുകത്ത് നിന്നിട്ട് അലിയാർ തങ്ങൾ കുതിര യുദ്ധത്തിന് പോയിട്ടുണ്ട്. അന്ന് കൃത്യമായി അലിയെ നീ തിരിച്ചു കൊണ്ടുവന്നിട്ടുമുണ്ട്. എവിടെ ദുൽദുലെ എന്റെ പ്രിയപ്പെട്ടവൻ, എന്റെ ഹുസൈൻ എവിടെ? ശത്രുക്കളുടെ മുന്നിൽ എന്റെ ഹുസൈനെ വിട്ടേച്ചുകൊണ്ട് നീ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങോട്ട് വന്നത്? ഒടിഞ്ഞു തൂങ്ങിയ കാലുമായി ആ കുതിര ചെവിയൊന്ന് വിടിപ്പിച്ചിട്ട് യൂഫ്രട്ടീസ് നദിയുടെ ഭാഗത്തേക്ക് ഓടിയിട്ട് ആ വെള്ളത്തിലേക്ക് ചാടിയിട്ട് കുതിര മരിച്ചുപോയി എന്നതാണ് ചരിത്രം. അലിയാർ തങ്ങളുടെ പ്രിയപ്പെട്ട ദുൽദുൽ എന്ന കുതിര ഉസൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹീദിന് തൊട്ടു മുമ്പ് യൂഫ്രട്ടീസ് നദിയിലാണ് ഈ ലോകം വിട്ട് വിട പറഞ്ഞത്. സ്വർഗത്തിലെ കുതിര ഉണ്ടാകുമെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഉസൈർ റളിയല്ലാഹു അൻഹു വീണ് കിടക്കുന്ന ഉസൈർ റളിയല്ലാഹു അൻഹുവിന് ബോധവും തെളിയണില്ല. കാരണം അത്രയും ക്ഷീണമുണ്ട്. ഉസൈർ റളിയല്ലാഹു അൻഹു നെഞ്ചത്താരോ ഇരുന്നപ്പോൾ മൂപ്പര് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഷമറാണ്. ഷമർ എന്ന് പറഞ്ഞാൽ അലി അക്ബറിനെ വെട്ടിക്കൊന്ന മനുഷ്യൻ, അലി അസ്ഗറിന്റെ നെഞ്ചത്ത് അമ്പെയ്ത വൃത്തികെട്ടവൻ. ആ ഷമർ ഇരിക്കുന്നു ഉസൈർ റളിയല്ലാഹുവിന്റെ നെഞ്ചത്താണ്. കണ്ണു തുറന്നിട്ട് മാനത്തേക്ക് നോക്കി സൂര്യൻ കത്തിക്കാളെന്ന് ഉസൈർ റളിയല്ലാഹു ചോദിച്ചു, ഷമറേ ഇതേതാ ദിവസം നിനക്കറിയോ? അവൻ പറഞ്ഞു, ഇന്ന് മുഹറം 10 വെള്ളിയാഴ്ച. സൂര്യൻ മധ്യാഹ്നത്തിന് തെറ്റിയിരിക്കുന്നു അല്ലേ? അതെ. എന്നാൽ ലോകത്തെ പള്ളി മെമ്പറിന്റെ മേലെ എന്റെ പിതാമഹന്റെ നാമം ഉച്ചരിക്കപ്പെടുന്ന സമയമായത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ പോലും തോളത്തെടുത്ത് വെച്ച എന്റെ നെഞ്ചത്ത് കയറിയിരിക്കാൻ എനിക്ക് നാണമില്ലേ? ഇറങ്ങി മാറി നിൽക്ക നീ. എനിക്ക് ളുഹർ നിസ്കരിക്കണം. ചിന്തിച്ചോ. കൃത്യമായി കാർപ്പറ്റ് വിരിച്ച പള്ളിയുണ്ട് നമുക്ക് മുന്നിൽ. ചിപ്സിട്ട ടൈൽസ് പതിച്ച വളരെ മനോഹരമായ പള്ളിയുണ്ട് നമ്മൾക്ക് മുന്നിൽ. ആ പള്ളി കയറിയിട്ട് ഒരു വഖത്ത് നിസ്കരിക്കാൻ വേണ്ടി മെനക്കെടാത്ത ഒരു വൃത്തികെട്ട വർഗമാണ് നമ്മൾ എങ്കിൽ കർബല യുദ്ധഭൂമിയിൽ ഇത്രമാത്രം അമ്പേറ്റ് നിലം കിടക്കുന്ന ഉസൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കൊന്ന് നിങ്ങൾ കേൾക്കണം. ഹുസൈനാണ് സ്വർഗത്തിലേക്ക് പോകുന്ന യുവാക്കളുടെ നേതാവ്. പക്ഷേ ആ ഉസൈർ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ പോകാൻ നിസ്കരിക്കാത്ത നമുക്ക് എങ്ങനെ പറ്റുമെന്ന് സ്വയം ഒരു വിചിന്തനം ഈ കഥാപ്രസംഗത്തിന്റെ ഒടുക്കത്തിൽ നിങ്ങൾ നടത്തിയിട്ട് പോകണം. നിസ്കരിക്കുന്നില്ലെങ്കിൽ മഹാനായ ഉസൈർ റളിയല്ലാഹു അൻഹു യുദ്ധക്കണത്തെ പറഞ്ഞു, എനിക്ക് ളുഹർ നിസ്കരിക്കണം, മാറി നിൽക്ക്. ഷമർ മാറി നിന്നു നാണമില്ലാണ്ട്. ഉസൈർ റളിയല്ലാഹു അൻഹുവിന് സംശയം വന്നു, ഒന്നുണ്ടോ ഇല്ലേ? വെള്ളത്തിന് അവരോട് തൽക്കാലം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഹുസൈനെ മരിക്കാൻ കിടക്കുമ്പോൾ വെള്ളം വേണം നിനക്കല്ലേ? എനിക്ക് വെള്ളം വേണ്ടത് കുടിക്കാനല്ല, വുദൂ ചെയ്യാനാണ്. പക്ഷെ നിങ്ങൾ പറയുന്ന വൃത്തികെട്ട വെള്ളം ഇനി എനിക്ക് വേണ്ട, ഈ മണ്ണ് മതി എനിക്ക് തയമം ചെയ്യാൻ. അവർ പറഞ്ഞു, മണ്ണിൽ ചോരയാണത്, നജസാണ്. മരിക്കാൻ കിടക്കുന്നവന് പന്നിയിറച്ചി ഹലാലാക്കിയ മതാണ് പരിശുദ്ധ ദീൻ. അതുകൊണ്ട് ഈ മണ്ണ് എനിക്ക് ഹലാലാകും. കൈകൊണ്ട് ചോര തുടച്ചു മാറ്റിയിട്ട് ഉസൈർ റളിയല്ലാഹു അൻഹു പൊടിമണ്ണ് വാരിയെടുത്തു. നിങ്ങൾ നോക്ക്, വധുവെടുക്കാനും നിസ്കരിക്കാനും സകല സൗകര്യവും ഒരുമിച്ച് കിട്ടിയ നമ്മൾ ഒരു ഭക്ത നിസ്കരിക്കാൻ മെനക്കെടാതിരിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്ക് നമ്മുടെ നേതാവിൻ്റെ ഈ കഥനകഥ. എന്നിട്ട് ആ വൃത്തികെട്ട മണ്ണുകൾ മാറ്റിയിട്ട് അതിൽ നിന്ന് പൊടിമണ്ണ് വാരിയെടുത്തിട്ട് തയമ്മം ചെയ്തു യുദ്ധക്കളത്തിൽ. എന്നിട്ട് എഴുന്നേറ്റിരുന്നു ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു. വിശുദ്ധമായ ളുഹർ നിസ്കരിക്കാണ് മുഹറം 10 വെള്ളിയാഴ്ച. എന്നിട്ട് 2 റക്അത്ത് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഷമറിന് തോന്നി നിസ്കാരത്തിൽ വർദ്ധിത വീര്യത്തോട് ഹുസൈൻ എഴുന്നേൽക്കുമെന്ന്. പിന്നിലൂടെ വന്നിട്ട് കർബല തൻ കിസ്സയിദാ കണ്ണീരിലെഴുതിയ കാവ്യമിതാ കരളുരുകുന്ന ചരിത്രമിതാ
കഥനമതേറും ചിത്രമിതാ കർബലതൻ കിസ്സയിതാ കണ്ണീരിലെഴുതിയ കാവ്യമിതാ വിളിച്ചു വരുത്തിച്ചതിച്ചല്ലോ വീണ്ടു വിചാരമൊഴിച്ചല്ലോ വിളിച്ചു വരുത്തിച്ചതിച്ചല്ലോ വീണ്ടു വിചാരമൊഴിച്ചല്ലോ അലിപുലി തങ്ങളെ പൊന്നുമകൻ അമരുഭൂവിൽ പിടഞ്ഞല്ലോ അലിപുലി തങ്ങളെ പൊന്നുമകൻ അമരുഭൂവിൽ പിടഞ്ഞല്ലോ കരളുരുകുന്ന ചരിത്രമിതാ കഥനമതേറും ചിത്രമിതാ ഖാതിം റസൂലിൻ പേരമകൻ ഫാത്തിമത്തിൻ പുന്നാരമകൻ എത്തിയ കർബല മണ്ണിൽ നിന്ന് മൗതായി പോയുള്ള കഥയൊന്നിതാ സുജൂദ് കിടക്കാണ്. സുജൂദിൽ നെറ്റിയല്ല വെക്കുന്നത്, നെറ്റിയിൽ തറച്ച രൂക്ഷമായ അമ്പാണ്. ആ അമ്പാണ് പടച്ചവന്റെ മുന്നിലേക്ക് താഴ്ത്തി വെക്കണത് മണ്ണില്. ഷിയാക്കളിൽ നിന്ന് കല്ലെടുത്ത് വെച്ചിട്ട് അതിനെ മേലെ സുജൂദ് ചെയ്യുന്നതിന്റെ പിന്നിൽ നിൽക്കുന്ന രഹസ്യം അതാണ്. റളിയല്ലാഹുവിന്റെ അമ്പ് ഈ നെറ്റിയിൽ തറച്ച അമ്പാണ് സുജൂദിലേക്ക് വെക്കുന്നത്. എന്നിട്ട് നിസ്കരിക്കാണ് റളിയല്ലാഹു നിസ്കരിക്കാണ്. അതാണ് രസം. നിസ്കരിക്കാണ്. ക്രിക്കറ്റ് കളി തുടങ്ങിയാൽ, ഫുട്ബോൾ കളി തുടങ്ങിയാൽ പള്ളിയുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവൂല. നമ്മൾ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഒരു ബന്ധമില്ല. അവരവരുടെ കളിയാണ്. പക്ഷെ നിങ്ങളൊന്നും അറിയേണ്ട സത്യമുണ്ട്. നിങ്ങൾ കളിക്കുന്ന ക്രിക്കറ്റ് കളിയിൽ ലോകത്തെ നമ്പർ 1 ബാറ്റ്സ്മാൻ ഉണ്ട്. ദക്ഷിണാഫ്രിക്കയുടെ ഹാഷിം അംല. അയാളെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. ഒരു വല്ലാത്ത മനുഷ്യനാണ് അയാൾ. 5 വക്ത് കൃത്യമായി കളിക്കളത്തിൽ നിസ്കരിക്കുന്ന ഒരാള്. അയാള് ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ബോർഡിന് ഇന്ത്യയുടെ പൈസ 25,000 രൂപ അങ്ങോട്ട് കൊടുക്കുക. ഓരോ ദിവസം കളിക്കും. എന്താ കാരണം എന്നറിയാം? അയാളുടെ ജേഴ്സിയിൽ ഒരു ലോഗമുണ്ട്. അവിടുത്തെ മദ്യ കമ്പനിയാണ്, കള്ളിൻ്റെ കമ്പനിയാണ് ആ കുപ്പായം അവർക്ക് അടിച്ചു കൊടുക്കുന്നത്. ഇന്ത്യക്ക് സഹാറയുടെ കമ്പനി കൊടുത്ത പോലെ. ആ കുപ്പായം മൂപ്പര് ധരിക്കാറില്ല. ആ ലോക ധരിക്കാത്തത് കൊണ്ട് ക്രിക്കറ്റ് ബോർഡിന് അങ്ങോട്ട് പൈസ കൊടുക്കണം, പിഴ. അത് കൃത്യമായി ഓരോ ദിവസം ഇന്ത്യയിൽ 25,000 രൂപയോളം വരുന്ന പിഴ അങ്ങോട്ട് കൊടുക്കുകയാണ് ഹാഷിം അംല. എന്നിട്ട് 5 വക്ത് കൃത്യമായി എന്തുകൊണ്ട് അയാൾ ഇന്ത്യയുടെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ടൂർണമെന്റ് പങ്കെടുക്കണില്ല? IPL ഹാഷിം അംല ഇല്ലാത്ത എന്തുകൊണ്ടാണെന്നറിയോ? അയാൾ പറഞ്ഞു, ഒരു പത്രമാധ്യമത്തിൽ അയാൾ വിളിച്ചു പറഞ്ഞു, എന്തുകൊണ്ടാണ് ഞാൻ ഇന്ത്യയിൽ നടക്കുന്ന IPL പങ്കെടുക്കാത്തതെന്ന് പറഞ്ഞാൽ IPL സ്പോൺസർ ചെയ്യുന്നത് എല്ലാം മദ്യ കമ്പനികളാണ്, എല്ലാം കള്ളിൻ്റെ കമ്പനിക്കാരാണ്. ആ കമ്പനിയിൽ കളിക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ത്യയിൽ IPL ഇന്ത്യയിൽ IPL ഹാഷിം അംലനെ വിളിച്ചാൽ കോടികൾ കൊടുത്തിട്ട് ആ മനുഷ്യനെ കൊണ്ടുവരും. ലോകത്തെ നമ്പർ 1 ബാറ്റ്സ്മാനാണ്, ഏകദിനത്തിലും ടെസ്റ്റിലും അയാൾ. എന്തുകൊണ്ട് അയാൾ ഇന്ത്യയിൽ IPL കളിക്കണില്ല? ഇന്ത്യയിൽ IPL സ്പോൺസർ ചെയ്യുന്നത് മദ്യ കമ്പനികളാണ്. അതുകൊണ്ട് അവർക്കിടയിൽ കളിക്കൽ എനിക്ക് ഹറാമാണ് എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ ആ കളി ഒഴിവാക്കി. ഇന്ന് ടെസ്റ്റ് കളിക്കുന്ന അയാൾ, ഏകദിനം കളിക്കുന്ന ആൾ, ആ കുപ്പായം മറ്റേ സ്വന്തമായുള്ള കുപ്പായം ധരിക്കുന്നത് കൊണ്ട് അയാൾ 25,000 രൂപ അങ്ങോട്ട് കൊടുക്കാണ് ഓരോ ദിവസവും ക്രിക്കറ്റ് ബോർഡിന്. എന്നിട്ടാണ് അയാൾ ഈ ക്രിക്കറ്റ് കളിക്കുമ്പോൾ നിസ്കരിക്കാത്തൊന്നും ചിന്തിച്ചു നോക്ക്. അയാൾ ലോകത്തെ നമ്പർ 1 ബാറ്റ്സ്മാനാണ്. അയാളുടെ ഭാര്യ സുമയ്യ ഗാലറിയിലേക്ക് നോക്കിയാൽ കറുത്ത പർദ്ദയിട്ട് കൃത്യമായിട്ട് ഈ ഹിജാബ് ധരിച്ചിരിക്കുന്ന ഒരു പെണ്ണെ കാണാം. എല്ലാ ക്രിക്കറ്റർമാരുടെ ഭാര്യമാരും പാൻറ്റും ടീഷർട്ടും ഇട്ടിട്ട് ആവേശത്തെ തുള്ളുമ്പോൾ ഒരു മൂലയിൽ കുത്തിയിരുന്നിട്ട് ആ മനുഷ്യൻ്റെ ഭാര്യ കളി കാണുന്നുണ്ടാകും. അയാൾ അതിന് ഭാര്യനെ കൊണ്ടുവരുന്ന ന്യായം എന്താ അയാൾ പറഞ്ഞെന്നറിയോ? നമ്മളെ കളിക്കളങ്ങളിൽ നമ്മളൊരു ഉടുക്കാത്ത പൊമ്പിള്ളർ കാണാം, GS പൊമ്പിള്ളർ, ഒരു ഷഡ്ഡി മാത്രം ഇട്ടിട്ട് ഇങ്ങനെ കളിക്കുന്ന പൊമ്പിള്ളർ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ചില ആൾ ക്രിക്കറ്റ് ആയിരിക്കൂല കണ്ടിട്ടുണ്ടാകും, അത് മാത്രമേ കണ്ടിട്ടുണ്ടാവും. രാത്രി കളിക്കാർക്ക് കൂട്ടുകിടക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട ചില പെമ്പിള്ളറാണ്. അങ്ങനെയുള്ള പെമ്പിള്ളർ എൻ്റെ ബെഡ്റൂമിലേക്ക് വരാതിരിക്കാൻ ഞാൻ എൻ്റെ ഭാര്യയെ കൊണ്ടുപോകും എല്ലാ കളിക്കളത്തിലും.
എൻ്റെ ഭാര്യ എനിക്കുണ്ടാക്കുമ്പോൾ ഞാനിതിനാ മറ്റുള്ളവളെ തേടി പോകേണ്ടത് എന്ന് പറഞ്ഞിട്ട് സ്വന്തം ഭാര്യയെ കളിക്കളത്തിലേക്ക് കൊണ്ടുവരും. ഹാഷിമല്ല കറുത്ത പാത ധരിച്ചിട്ട് ആ പെണ്ണിനെ കൊണ്ടുവരും. തൻ്റെ ബെഡ്റൂമിലേക്ക് കിടക്കാൻ സ്വന്തം ഭാര്യയെ കൊട്ടിക്കൊണ്ടുവരും. 5 വക്ത് കൃത്യമായി സമയമാകുമ്പോൾ കളിയുടെ ബാറ്റ്സ്മാൻ ആണെങ്കിൽ അതവിടെ നിർത്തിവെച്ചിട്ട് മൂപ്പര് കളിക്കും. അങ്ങനെ ഒരു മനുഷ്യൻ അത് കണ്ടുപഠിക്കണം. ആ ചരിത്രം ഒന്ന് പഠിക്കണം. ആരെന്നറിയോ? ക്രിക്കറ്റ് കളിക്കുമ്പോൾ നിസ്കാരം ഉപേക്ഷിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന നമ്മുടെ യുവതലമുറ പഠിക്കണം. എന്നിട്ട് തിരിച്ചു പോകണം. ഏത് കളിക്കളത്തിലും എന്തിനും അള്ളാഹുവിനെ ധ്യാനിക്കുന്നവന് കൃത്യമായി സമയം കിട്ടും. മറ്റുള്ള കളിക്കാർ എന്നെ കണ്ട് പഠിക്കുകയാണ് എന്ന് ആര് പറയുന്നു? ഹാഷിമല്ലവരാണ്. എന്നോട് വല്ലാത്ത ബഹുമാനാണ് മറ്റുള്ള കളിക്കാർക്ക്. അയാൾ അള്ളാഹുവിൻ്റെ മതത്തെ അംഗീകരിച്ച് പരിശുദ്ധ ദീൻ അംഗീകരിച്ച് ആ രൂപത്തിൽ ആ മനുഷ്യൻ ജീവിക്കുമ്പോൾ മറ്റ് കൊടിയ ഇസ്ലാമിന്റെ ശത്രുക്കളായ ജൂത ക്രൈസ്തവന്മാരാണ് കൂടെ കളിക്കുന്നത്. അവർ കൃത്യമായി ഹാഷിമല്ല പറയുന്നത് എന്നെ ബഹുമാനിക്കുന്നവര്. കാരണം അയാൾ ജീവിക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാട്ടിയ പരിശുദ്ധ മാർഗത്തിലാണ്. അതുകൊണ്ട് ക്രിക്കറ്റ് കളിക്കുമ്പോൾ നിസ്കാരം ഒഴിവാക്കുന്നവരുണ്ടെങ്കിൽ, ഫുട്ബോൾ കളിക്കുമ്പോൾ കളിക്കളത്തിൽ അള്ളാഹുവിനെ മറന്നുകൊണ്ട് നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ ചിന്തിച്ചു നോക്ക്. നിങ്ങളെക്കാൾ വലിയ കളിക്കാരൻ അള്ളാഹുവിനെ ധ്യാനിച്ച് കഴിച്ചു കൂട്ടുകയാണ് എന്ന്. അങ്ങനെ ക്രിക്കറ്റ് കളിക്കുന്ന കുറേ ആൾക്കാരെ ജീവിതത്തെ നിങ്ങൾ പഠിക്കണം. ഒരു ഇസ്ലാമിക രാഷ്ട്രമായ പാകിസ്ഥാനികൾ പോലും ചെയ്യാത്തൊരു കാര്യമാണ് ദക്ഷിണാഫ്രിക്കക്കാരനായ ഈ മനുഷ്യൻ ചെയ്യുന്നത്. അയാളുടെ പേര് ഇന്ത്യയിലാണ് കേട്ടോ. അയാളുടെ സഹോദരൻ ഗുജറാത്തിയാണ്. ഇപ്പോഴും ഹാഷിം മംലയുടെ സഹോദരന്മാർ ഗുജറാത്തി ഭാഷ സംസാരിക്കാറുണ്ട് വീട്ടിനകത്ത്. കാരണം അയാളുടെ പേര് ഇന്ത്യയിലാണ്. ആ കാര്യം കൂടി നിങ്ങൾ പഠിക്കണം. മഹാനായ ഉസൈർ റളിയല്ലാഹു അൻഹു യുദ്ധക്കളത്തിൽ നിസ്കരിക്കുമ്പോൾ ഷമർ ബേക്കുന്ന തലവെട്ടിക്കളഞ്ഞു. തലവെട്ടിയുടെ തല അങ്ങോട്ട് കുന്തത്തിന്റെ മേലെ തൂക്കിയപ്പോ അമ്പേറ്റ് കൊല്ലപ്പെട്ട് അന്തരമൊഴുകി നൊന്ത് പീതാവോരും പിന്നെ വധിക്കപ്പെട്ട് അന്ധന്മാർ ശേഷം ഹുസൈനോരെ തലയറുത്ത് എന്തൊരു ക്രൂരത കുന്തത്തിൽ കുത്തി എടുത്ത് മേൽ പോട്ടുയർത്ത്. ആ തല ഒരു കുന്തത്തിന്റെ മേലെ കണ്ടപ്പോ അകത്തുനിന്ന് ഷഹർബാൻ പുറത്തേക്കോടി. ദേ പിടിച്ചിരിക്കുന്നു ഷഹർബാനുവിന്റെ മാറ്. പിടിച്ചു വലിച്ചു സൈനബ ബാക്കോട്ട്. എന്നിട്ട് പറഞ്ഞു, നീ അങ്ങോട്ട് പോണ്. എന്റെ പ്രിയപ്പെട്ടവന്റെ തലയാണ് പൊങ്ങിയിരിക്കുന്നത്. നിനക്ക് ഭർത്താവാകുന്നതിന്റെ മുമ്പ് എനിക്ക് കൂടെ പിറപ്പാണവൻ. പക്ഷെ ഹുസൈന്റെ തലയാണത് മോളെ. ഹുസൈൻ എവിടെയില്ല, ഹുസൈൻ സ്വർഗത്തിലാണ്. അതുകൊണ്ട് തിരിച്ചു വാ. ഷഹർബാനുവിനെ പിടിച്ചകത്തേക്ക് കയറ്റി. സൈനബ് എന്ന ജബൽ സബർ ക്ഷമയുടെ പർവ്വം, അവിടെയാണ് സൈനബ് പിടിച്ചകത്തേക്ക് കയറ്റി.